Welcome to YaSir's English. Let's speak simple and correct English. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നുള്ള വളരെ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ടെൻസിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൽ തന്നെ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുന്നതും അത് മറ്റൊരാൾ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വേർബിന്റെ എസ് ഫോം എല്ലാം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് വളരെയധികം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ടെൻസ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കുക, എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് അതിനെ കൊണ്ടുവരിക എന്ന വിഷയം ലെറ്റ് us ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പാസ്റ്റ് ടെൻസ് എന്നുള്ളത്? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത്. നമ്മൾ സാധാരണ പറയാറുണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ്, അല്ലെ, കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. പാസ്റ്റ് എന്ന് പറഞ്ഞ കഴിഞ്ഞത്. എപ്പോ? തൊട്ടു മുൻപ് കഴിഞ്ഞ കാര്യവും പാസ്റ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് മുൻപ് ഞാൻ ഈ വീഡിയോ തുടങ്ങി എന്നത് പാസ്റ്റ് ആണ്. അങ്ങനെ പുറകോട്ട് പോയി ഇന്നലെ, മിനിഞ്ഞാന്ന്, അല്ലെ, ഡേ ബിഫോർ യെസ്റ്റർഡേ, മിനിഞ്ഞാന്ന് എന്ന് പറയാം, ഡേ ബിഫോർ യെസ്റ്റർഡേ, മിനിഞ്ഞാന്ന്. അതല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, 2 years ago, 2 വർഷം മുൻപ് എന്നർത്ഥം. അതല്ലെങ്കിൽ ഇൻ 2018, 2000, 2018 എന്ന് തുടങ്ങി കഴിഞ്ഞ ഏതൊരു കാര്യത്തെയും നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ് പറയുക. ഇവിടെ നമുക്ക് അറിയാനുള്ളത് ഒരേ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ വേർബിന്റെ പാസ്റ്റ് ഫോം കേട്ടിട്ടുണ്ടാവും. V2 ഫോം, അല്ലെ, വേർബിന്റെ സെക്കൻഡ് ഫോം എന്നുള്ളത്, പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് എന്നുള്ളത്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ പാസ്റ്റ് ഫോം മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ. എന്നാൽ ചില കാര്യങ്ങൾ ഇത്തിരി ഒന്ന് പഠിക്കാനും ഉണ്ടാവും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കതൊന്ന് മനസ്സിലാക്കാം. ആദ്യം റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് ഉണ്ട്. റെഗുലർ വേർബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ED എന്നത് ചേർത്ത് കൊടുത്തുകൊണ്ടുള്ള വേർബുകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്ലേ, played, അല്ലെ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ ഹിയർ. പ്ലേ, played, want, wanted, need, needed, work, worked, looked, asked, liked, loved, happened, turned, changed, followed, continued, watched, started, stopped, ED. ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ED ഉണ്ടെന്ന് വിചാരിച്ച് അതങ്ങനെ വല്ലാണ്ട് ഇടരുത്. എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്ഡ്, വാണ്ടഡ് ഇങ്ങനൊന്നും പറയരുത്. ED ഒരു സൈലന്റ് ആയിട്ട് അവസാനിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ, പ്ലേഡ്, സ്റ്റാർട്ടഡ്, went, that is another one to speak about. Played, wanted, looked, said, asked, liked, loved. ED soft ആയിട്ട് അവസാനിപ്പിക്കുക. So this is regular verbs. എളുപ്പമാണല്ലോ. ഒരുവിധം വാക്കുകളൊക്കെ വേർബുകളെല്ലാം ED എന്ന് ചേർക്കുന്നതോടുകൂടി പാസ്റ്റ് ആയി. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു എന്നായി. പ്ലേഡ് എന്ന് പറഞ്ഞാൽ കളിച്ചു, ലുക്ഡ് നോക്കി, വാണ്ടഡ്, നീഡഡ് എന്നൊക്കെ പറഞ്ഞ ആവശ്യമുണ്ടായിരുന്നു, ആവശ്യമുണ്ടായി എന്നൊക്കെയുള്ള അർത്ഥം. ആസ്ഡ് ചോദിച്ചു, ലുക്ഡ് നോക്കി, ലൈക്ഡ് ഇഷ്ടപ്പെട്ടു, സ്റ്റോപ്ഡ് നിർത്തി എന്നർത്ഥം, സ്റ്റാർട്ടഡ് തുടങ്ങി എന്നർത്ഥം. ഇങ്ങനെ ED ചേർക്കുന്നതോടുകൂടി അത് ചെയ്തു എന്നായി. അപ്പം ഐ പ്ലേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കളിച്ചു എന്നായി എന്നർത്ഥം. സോ എളുപ്പമാണല്ലോ ED ചേർക്കാവുന്നത്. ഇതാണ് റെഗുലർ വേർബ്സ്. ഇനി പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വേർബുകൾ ഉണ്ട്. അത് ഇറഗുലർ വേർബ്സ് ആണ്. റെഗുലർ സ്ട്രീമിലുള്ളതല്ല, മാറ്റമുണ്ട്. ഒരു ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് ഗോ എന്നുള്ളത്. എന്താ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഗോ? ഇറ്റ്സ് went, went, come, came. Look at the list over here. Sit, sat, do, did, write, wrote, say, said, eat, ate, dream, dreamt, speak, spoke, teach, teached alla, taught, drive, drived alla, drove, say, said, sing, sang, find, found. ഇനി hide, hide is hid. ഹൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കുക.
ഹിഡ് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെച്ചു എന്നർത്ഥം. ബ്രിങ് കൊണ്ടുവരിക. പാസ്റ്റ് ഈസ് ബ്രോട്ട് കൊണ്ടുവന്നു. ഹി ബ്രോട്ട് അവൻ കൊണ്ടുവന്നു. ബ്രോട്ട് എന്നുള്ളതും ബോട്ട് എന്നുള്ളതും രണ്ടാണ്. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നർത്ഥം. അപ്പൊ അതിന്റെ പാസ്റ്റ് ഫോം ആണ് ബോട്ട്. BOUGHT ബോട്ട്. ബ്രിങ് എന്നതിന്റെ പാസ്റ്റ് ഫോം കൊണ്ടുവന്നു എന്ന് പറയാൻ ബ്രോട്ട്. ഹി ബോട്ട് എന്ന് പറഞ്ഞാൽ അവൻ വാങ്ങി. ഹി ബ്രോട്ട് എന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്നു എന്നർത്ഥം. സോ ദീസ് ടു വേർഡ്സ്. ഇങ്ങനെ ഇതിനൊക്കെ നമ്മൾ ഇറഗുലർ വേർബ്സ് എന്ന് പറയും. ഇങ്ങനെ ഏതാനും വാക്കുകൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്, പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഇറഗുലർ വേർബ്സിൽ തന്നെ ചില വേർബുകൾ മാറാറില്ല. അതാണ് നമ്മുടെ കട്ട് കട്ട് കട്ട്, പുട്ട് പുട്ട് പുട്ട്, ഹിറ്റ് ഹിറ്റ് ഹിറ്റ്. അതേപോലെ ഷട്ട് ഷട്ട് ഷട്ട്, മൂന്നാമത്തെ ഫോമും ഷട്ട് തന്നെയാണ്. അതേപോലെ ബെറ്റ്, സെറ്റ്, ലെറ്റ്, ഹേർട്ട്. ഹേർട്ട് ചെയ്യാന്ന് പറയല്ലോ, മുറിവേൽപ്പിക്കുക, വേദനിപ്പിക്കുക എന്നൊക്കെ. മുറിവേൽപ്പിക്കുന്നതിന് ഹേർട്ട് ചെയ്യാന്ന് പറയും അല്ലെ. ഹേർട്ടിന്റെ പാസ്റ്റും ഹേർട്ട് തന്നെയാണ്. ഹാർട്ട് അല്ല, ഹേർട്ട്. ഓൾറൈറ്റ്. സോ ഇതൊക്കെയാണ് പാസ്റ്റ് ഫോം ഇറഗുലറിൽ. അതുപോലെ തന്നെ മറ്റൊരു വളരെ യൂസ്ഡ് ആയിട്ടുള്ള, വെരി മച്ച് യൂസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് റീഡ് എന്നുള്ളത് അല്ലെ. റീഡിന്റെ പാസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ റീഡ് തന്നെയാണ് എഴുതുക, പക്ഷെ വായിക്കുക റെഡ്. അതുപോലെ ലേൺ എന്നുള്ള വേർഡ്, പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതിന് ലേൺ എന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ. ലേണിന്റെ പാസ്റ്റ് ലേൺഡ് ED ഉണ്ട്. അതുപോലെ തന്നെ എൻഡിൽ അവസാനിക്കുന്ന രീതിയിലും സ്ക്രീനിൽ കാണുന്ന പോലെ ലേൺഡ് ഓർ ലേൺഡ്. അതുപോലെ ഡ്രീം, ഡ്രീം സ്വപ്നം കാണാം അല്ലെ. സ്വപ്നം കണ്ടു എന്ന് പറയാൻ ഡ്രംഡ് എന്നും പറയും, ഡ്രീംഡ് എന്നും പറയാറുണ്ട്. ഇത് രണ്ടും ഉപയോഗിക്കാമെന്നർത്ഥം. ഇനി ഞാൻ നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ട് പറയാ, ഇൻ കേസ് നമുക്കൊരു വാക്കിന്റെ പാസ്റ്റ് ഫോം കിട്ടിയില്ലെന്ന് വിചാരിക്കാം. അപ്പൊ പറയുമ്പം പാസ്റ്റ് എന്താ ഡൗട്ടായി, ED ഇട്ടുകൊണ്ട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്നാലും ചെയ്ത കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് വേർഡ് ഓഫ് ദ വേർബ് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഡു എന്നുള്ളത് ചെയ്യുക എന്നാണ്. ചെയ്തു എന്നെങ്ങനെ പറയും? ഡിഡ്. ഡുവിന്റെ പാസ്റ്റ് ആണ് ഡിഡ്. അതേപോലെ ഹാവ്, ഹാസ്, ഉണ്ട് എന്നുള്ളതാണല്ലോ ഹാവും ഹാസും ഒക്കെ. അതിന്റെ പാസ്റ്റ് എന്താ? ഹാഡ്. മറ്റൊന്ന് ഈസ്, അതല്ലെങ്കിൽ ആം, ഇതിന്റെ ഒക്കെ പാസ്റ്റ് ആണ് വാസ്, ആയിരുന്നു. ഈസ്, ആം എന്നൊക്കെ പറഞ്ഞ ആണ്, അതിന്റെ പാസ്റ്റ് ഫോം ആയിരുന്നു. അതുപോലെ ആർ എന്നുള്ളതിന്റെ പാസ്റ്റ് ഫോം ആണ് were. വേർ അല്ല, were. WERE were. WHERE where, എവിടെ എന്നുള്ളത്. ഇത് WERE were. That's okay. And this is how. ഇതൊക്കെയാണ് നമുക്കുള്ള ഇറഗുലർ വേർബുകൾ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ചെയ്തു എന്ന് പറയാൻ ഡിഡ് അല്ലെങ്കിൽ ആ പാസ്റ്റ് ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റിൽ അതല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ പറയേണ്ടത്? പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഇന്നലെ, യെസ്റ്റർഡേ, വാട്ട് ഡിഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു? വാട്ട് ആർ ദ തിങ്സ് യു ഡിഡ് യെസ്റ്റർഡേ? ഇന്നലെ ചെയ്ത കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? ഞാൻ പറയുകയാണെങ്കിൽ ഐ സേ ഐ woke up at 4:30. I woke up. Wake up in the past and woke up. I woke up. I brushed, washed my face. I drank. I drank a cup of tea. I ate my breakfast. I played with my kids. I called my friend. I took my vehicle out of my house. I drove my car. I went to my office. I met my friends. I spoke to my colleagues. We ate some snacks, or we discussed some topics. I prayed. ഞാൻ പ്രാർത്ഥിച്ചു. I listened to a song. ഞാനൊരു പാട്ട് കേട്ടു. In this way, we can say a lot of things what you did yesterday simply by adding that ed or the verb's past form. Verbന്റെ past form ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്തു എന്ന അർത്ഥത്തിൽ പറയാം. So what did you do yesterday? നിങ്ങൾ എന്ത് ചെയ്തു ഇന്നലെ?
Can you say that? So you understood it's very easy to speak about ourselves. അല്ലെ, നമ്മളെ കുറിച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ തന്നെ മറ്റൊരാളെ കുറിച്ച് പറയാനും ഇതേ സ്ട്രക്ചർ തന്നെയാണ്. ഇപ്പൊ പ്രസന്റിൽ നമുക്ക് എസ് ഫോം ഉണ്ടായതുപോലെ പാസ്റ്റിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. വേർബിന്റെ പാസ്റ്റ് ഉപയോഗിച്ചാൽ ആർക്കും അത് ഉപയോഗിക്കാം. അപ്പം ഹി വെന്റ്, അവൻ പോയി. ഷീ കെയിം, അവൾ വന്നു. ഹി ഡിഡ്, അവൻ ചെയ്തു. ഐ ഡിഡ്, ഞാൻ ചെയ്തു. ആര് ചെയ്താലും അതിന് ആ പാസ്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. അപ്പൊ എങ്ങനെയാ? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, എവറിബഡി, ഓൾ ദീസ് പീപ്പിൾ. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് തന്നെയാണ് ഉപയോഗിക്കുക? ഡിഡ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എങ്ങനെയാ? വളരെ എളുപ്പമാണ്, റൈറ്റ്? ഇനി നമ്മൾ ഇതിന്റെ ചെയ്തില്ല നെഗറ്റീവ് എങ്ങനെ പറയും? ഒരു കാര്യം ചെയ്തില്ല. അപ്പം ഐ വെന്റ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോയി. ഞാൻ മാർക്കറ്റിൽ പോയില്ല എന്നെങ്ങനെ പറയും? നെഗറ്റീവ് എങ്ങനെ പറയും? വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഐ വെന്റ് എന്നാണ് നമ്മൾ പോയി എന്ന് പറയാം. ഐ വെന്റ്. വെന്റ് എന്നുള്ള വേർഡ് ഗോ എന്നുള്ള വാക്കിന്റെ പാസ്റ്റ് ഫോം ആണല്ലോ. ഗോ എന്നുള്ള വേർഡിനെ വെന്റ് എന്നുള്ളത് പറയുമ്പം ശരിക്കും നമ്മൾ ഡിഡ് ഗോ എന്നതാണ് വെന്റ് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഈവൻ ഇങ്ങനെയും പറയാം. സോ ഐ വെന്റ് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് ഈവൻ ഇങ്ങനെയും പറയാം, ഐ ഡിഡ് ഗോ എന്നും പറയാം. പക്ഷെ സാധാരണ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലൊന്നും അത് ഉപയോഗിക്കാറില്ല. ഐ ഡിഡ് ഗോ എന്ന് പറയാറില്ല. ഇൻ കേസ് നിങ്ങൾക്കൊരു വേർഡിന്റെ പാസ്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കാം, പാസ്റ്റ് ഫോം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈവൻ ഇങ്ങനെയും പറയാം, ഐ ഡിഡ് ഗോ, ഐ ഡിഡ് കം എന്ന് പറയാം. ഡിഡ് ഗോ, ഡിഡ് കം ഇങ്ങനെയൊക്കെ പറയുമ്പം ഒന്നുകൂടെ സ്ട്രെസ്ഡ് ആവുകയാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്, ഞാൻ പോയി എന്ന് ഉറപ്പിച്ച് പറയാനൊക്കെ. പക്ഷെ നമ്മൾ സാധാരണ ഡേ ടു ഡേ സ്പോക്കൺ ഇംഗ്ലീഷിലൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, ഇങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, കുടുങ്ങിയ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ഒരു തെറ്റുമില്ല. ഓൾറൈറ്റ്, നൗ ഡിഡ് ഗോ, ഐ ഡിഡ് ഗോ, ഞാൻ പോയി. ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ്. എങ്ങനെ? പോയില്ലെന്ന് എങ്ങനെ പറയാ? ഐ ഡിഡ് നോട്ട് ഗോ. ഐ ഡിഡ് നോട്ട് ഗോ, ഞാൻ പോയില്ല. ഐ ഡിഡ് നോട്ട് കം, ഞാൻ വന്നില്ല. ഐ ഡിഡ് നോട്ട് സേ, ഞാൻ പറഞ്ഞില്ല. ഐ ഡിഡ് നോട്ട് നോ, ഞാൻ അറിഞ്ഞില്ല. ഐ ഡിഡ് നോട്ട് ഡു, ഞാൻ അത് ചെയ്തില്ല. ഐ ഡിഡ് നോട്ട് ആസ്ക്. ഓക്കെ, ഐ ഡിഡ് നോട്ട് ആസ്ക്, ഞാൻ ചോദിച്ചില്ല. ഐ ഡിഡ് ആസ്ക് യു, ഞാൻ നിന്നോട് അത് ചോദിച്ചില്ല എന്നർത്ഥം. ഐ ഡിഡ് നോട്ട് സേ ദാറ്റ്, ഞാൻ അത് പറഞ്ഞില്ല. ഐ ഡിഡ് നോട്ട് ഡു, ഐ ഡിഡ് നോട്ട് പ്ലേ, ഞാൻ കളിച്ചില്ല എന്നൊക്കെ അർത്ഥം. ഈ ഡിഡ് നോട്ട് എന്നുള്ളതിനെ ഷോർട്ട് ആയിട്ട് ഐ ഡിഡിൻറ്റ് എന്ന് എഴുതും. ഐ ഡിഡിൻറ്റ്. പക്ഷെ നമ്മൾ സംസാരത്തിൽ വീണ്ടും ഷോർട്ട് ആയിട്ട് ഐ ഡിൻറ്റ് അത്രേ പറയാറ്. ഐ ഡിൻറ്റ്. ഐ ഡിൻറ്റ് എന്നുള്ള ടിയും ഉണ്ടാവാറില്ല. ശരിക്കും പറഞ്ഞ ഐ ഡിൻ, ഐ ഡിൻ. ഡ അല്ല. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലെറ്റർ ഡിയുടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നുള്ളത്. കാണാത്തവർ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഡിൻ, ഇവിടെ വരുമ്പം ഡിൻ, ഐ ഡിൻ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം I would say like this, I didn't go, I didn't say, I didn't play, I didn't eat, I didn't know, I didn't do, I didn't ask, I didn't ask. അങ്ങനെ പറയാം. I didn't ask, I didn't ask you that. ഞാൻ നിന്നോട് ചോദിച്ചില്ല. I didn't know that. I didn't know എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എന്നർത്ഥം. Sorry, I didn't know that. Okay, I didn't know, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. That's the way. I didn't. Okay, you have to practice. നാവിന് നല്ലൊരു പ്രാക്ടീസ് കൊടുത്താൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സോ I didn't, you didn't. ഇനി ആരും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റിലായിരുന്നപ്പോൾ ഡസൻറ്റ് എന്നുള്ളതൊക്കെ ഉപയോഗിക്കേണ്ടിയിരുന്നു. അത് വലിയ കൺഫ്യൂസിങ് സംഗതിയായിരുന്നു പലപ്പോഴും, അല്ലെ? പക്ഷേ പാസ്റ്റിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. ഡിൻറ്റ് എന്നുള്ള ഈ ഒരു പ്രയോഗം തന്നെയാണ് ആർക്കും ഉപയോഗിക്കാവുന്നത്. അപ്പം I didn't go, he didn't go, she didn't go, they didn't go. But പലരും തെറ്റിക്കാറുള്ളത് എന്തെന്ന് വെച്ചാൽ they say they didn't went എന്ന് പറയും. I didn't went എന്ന് പറയും. തെറ്റാണ്. I didn't went അല്ല. ഐഡന്റിറ്റി കഴിഞ്ഞ പിന്നെ ഗോ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, ഡിഡ് ഗോ ആണ് വെന്റ് എന്നുള്ളത്. സോ ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ്. എന്ത് ചെയ്തില്ല ഇന്നലെ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിലോ, സോ ഐ ഡിഡ്ന്റ് വാച്ച് എ മൂവി, ഐ ഡിഡ്ന്റ് മീറ്റ് ഹിം യെസ്റ്റർഡേ, ഐ ഡിഡ്ന്റ് ഈറ്റ് സംതിങ് യെസ്റ്റർഡേ. ഫോർ എക്സാമ്പിൾ, ഐ ഡിഡ്ന്റ് ഈറ്റ് എനി ഫ്രൂട്ട് യെസ്റ്റർഡേ, ഓർ ഐ ഡിഡ്ന്റ് ഡ്രിങ്ക് എനി ജ്യൂസ് യെസ്റ്റർഡേ. ഇങ്ങനെ ഇന്നലെ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാം. ദിസ് ഈസ് ഹൗ വി ഡു. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം ഒന്നും പഠിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ഡിഡ്ന്റ് സ്റ്റഡി എനിത്തിങ് ലാസ്റ്റ് ഇയർ. അതല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയില്ല, ഐ ഡിഡ്ന്റ് ഗോ ദേർ ലാസ്റ്റ് വീക്ക്. ഇങ്ങനെ ചെയ്തില്ല, പോയില്ല, ഏത് സമയവും പാസ്റ്റിലുള്ള ഏതൊരു സമയവും പറയാൻ ഡിഡ്ന്റ് ഡു എന്ന അർത്ഥത്തിൽ
നമുക്ക് ഉപയോഗിക്കാം. സോ നൗ വി ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ടു സേ വാട്ട് യു ഡിഡ് ആൻഡ് വാട്ട് യു ഡിഡ്ന്റ് ഡു. ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാനും നമ്മൾ മനസ്സിലാക്കി. നൗ സ്റ്റാർട്ട് സ്റ്റോറീസ്, കഥകൾ പറയാൻ നമുക്ക് തുടങ്ങാം. യെസ്, കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ കഥകളായിട്ട് പറയാം. അപ്പം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, പാസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നതെന്ന്. അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ ഓരോരുത്തർ ശ്രദ്ധിക്കുക. ഓക്കെ, ടെസ്റ്റ് യുവർ ഇംഗ്ലീഷ്. നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. ആ വാക്കുകളുടെ V2 ഫോം, ഈ സെക്കൻഡ് ഫോം, പാസ്റ്റ് ഫോം, അത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ അതിന്റെ V2 ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. ദ ഫസ്റ്റ് വേർഡ് ഫ്ലൈ. വാട്ട്സ് ദ പാസ്റ്റ് ഓഫ് ഫ്ലൈ? ദെൻ മേക്ക്, ഷേക്ക്, meet, swim, tear, win, will, wear, and rise. Rise, what is the past form of these words? Comment here. Let us see whether you know it or not. Now, ഒരു ചെറിയൊരു ആക്ടിവിറ്റി. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഇന്നലെ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നത് മുഴുവൻ പാസ്റ്റിൽ കൃത്യമായിട്ട് ഈ ഒരൊറ്റ കാര്യമാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഞാൻ പറയട്ടെ, എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പോലും, അറിയാവുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ നാവ് നമ്മളെ കൊണ്ട് തെറ്റിക്കും. അതെങ്ങനെയാ? നാവിന് ശീലം മറ്റു രീതിയിൽ പറഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് നാവിനൊരു പരിശീലനം എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു ദിവസം ചെയ്ത കാര്യങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുക. പാസ്റ്റിൽ പറയണം. ആ വേർബ്സ് എല്ലാം പാസ്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ ദാറ്റ് വിൽ ഗിവ് യു എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. ഒരുപാട് കോൺഫിഡൻസ്, നമുക്ക് തെറ്റാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സോ ട്രൈ ഇറ്റ് ഔട്ട്. സ്പീക്ക് ഓൾ ദീസ് വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ. എല്ലാ കാര്യങ്ങളും, ഇന്നലെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുക. Then it will be all right. You can easily, fluently, beautifully, you can speak in past tense.